ആൻഡ് കോഹ്ലി കൊടുത്തൊരു ക്യാച്ച് ദൂബണ്ണൻ ആർച്ചാമി അണ്ണൻ. എന്നിട്ട് ആ കോഹ്ലി എടുത്ത ആ റണ്ണെങ്കിലും എടുത്തോ, 10-28 റൺ എടുത്തുള്ളൂ, അതുപോലും എടുത്തിട്ടില്ല. കൊടുത്ത റണ്ണ് പോലും അവൻ എടുക്കാൻ വയ്യ. അങ്ങനെ കുറെ വാഴകളുണ്ട്. എന്നിട്ട് ആ ടിം ഡേവിഡിന് ഔട്ടായ സമയത്ത് ഞാൻ എത്ര സന്തോഷിച്ചു എന്നറിയൂ. ആ ബോൾ തന്നെ പോയിട്ട് എന്റെ കാമ്പോജ് അണ്ണ നിങ്ങൾക്ക് നോ ബോൾ എറിയാൻ തോന്നിയല്ലോ. പിന്നീട് നടന്ന ചരിത്രം 30 ബോളിൽ 90. എന്താ ഇത് അടിയുടെ പൂരം. ഇന്ന് 250 അടിക്കാൻ ഇറങ്ങിയ സമയത്ത് ഓപ്പണിംഗ് ഋതുരാജ് ആൻഡ് സാംസൺ ആ ആയുഷ് മാത്രേനെ ഇറക്കി വിട്ടിട്ട് വെച്ചാൽ കൂടി പിന്നെയും എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. ആദ്യം ആ ഊർവിൽ പട്ടേൽ ഉണ്ട്. അശ്വിനൊക്കെ പറയുന്നത് കേട്ടു ഊർവിൽ പട്ടേൽ നെറ്റ്സില് താണ്ഡവ ആടുകയാണ്. ആ ഊർവിൽ പട്ടേൽ ഈ വാഴ ഋതുരാജിനും സഞ്ജു സാംസണിനും പകരം ആ ഊർവിൽ പട്ടേലിനെ ഇറക്ക്. അയ്യോ, ഈ സഞ്ജു സാംസന് വേണ്ടിയിട്ടാണ് സാം കറന്റി നമ്മൾ ജഡേജി സ്വാപ്പ് ചെയ്ത് കറന്റ് ഓപ്പണിംഗ് ഇറക്കി വിട്ട ഇതിലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടാവും. അയ്യോ, എന്നിട്ട് എന്താ എല്ലാവർക്കും കേറി പണിക്കോളൂ. 1 മണിക്കൂറിൽ പെട്ടെന്ന് കളി തീർത്തിട്ട് ആൾക്കാർ കിടന്ന് ഉറങ്ങിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ബാറ്റ് ചെയ്യുന്നത്. ആ സർഫറാസ് ഖാൻ ചെക്കൻ കിഡു പറഞ്ഞ കിഡു 75 ലക്ഷം അവനാണ് 14 കോടി 20 കോടിയൊക്കെ കൊടുക്കേണ്ടത്. ജാതി വാഴകള് പറഞ്ഞ വാഴകള്. പണ്ടൊക്കെ പ്രൈഡ് ആയിരുന്നു CSK പറയുമ്പോ, ഇപ്പൊ തൈരാണ് CSK പറയുമ്പോ.